bar magnet as an equivalent solenoid. അപ്പോൾ നമ്മളൊരു സോളിനോയിഡ് ഒരു ബാർ മാഗ്നറ്റിനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോളിനോയിഡിൻ്റെ രൂപത്തിലാക്കിയുള്ള ഒരു ചിത്രമാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഒരു സോളിനോയിഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താ ഇതേപോലെ ഒരു ട്യൂബ്, അതിനുള്ളിൽ ഇതുപോലെ കമ്പി ചുറ്റിക്കഴിഞ്ഞാൽ സോ ഇറ്റ് ആക്ട് ആസ് എ സോളിനോയിഡ്. ഇതുപോലത്തെ ഒരു ഇതിലൂടെ ഇങ്ങനെ കമ്പി ചുറ്റിക്കഴിഞ്ഞാൽ സോ ഇറ്റ് ആക്ട് ആസ് എ സോളിനോയിഡ്. നമ്മുടെ റിയോസ്റ്റാറ്റിൻ്റെ പുറത്തുള്ള ഭാഗം അനോബൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ സോ ഇതുപോലത്തെ കമ്പിച്ചുള്ളാന്ന് വിചാരിക്കാം. ഈ യെല്ലോ കാണുന്നത് കമ്പിച്ചുള്ളാന്ന് വിചാരിക്കാം. നമുക്ക് ഇതിലൂടെ കറണ്ട് ഇങ്ങനെ കടന്നു പോകും. അപ്പോൾ ഇതാണ് സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ പറയാം, കൺസിഡർ എ സോളിനോയിഡ്. സോളിനോയിഡാണ്. അതിൻ്റെ റേഡിയസ്, ഈ കാണുന്ന റേഡിയസ് എ, സോളിനോയിഡിൻ്റെ റേഡിയസ് എ, ലെങ്ത് 2L ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത് ഈസ് ടേക്കൺ ആസ് 2L. ഇത് ആക്സിസ് ആണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലും ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലും. സോ കൺസിഡർ എ സോളിനോയിഡ് ഹാവിംഗ് ക്യാപിറ്റൽ N. കൺസിഡർ എ സോളിനോയിഡ് ഹാവിംഗ് ക്യാപിറ്റൽ N ടേൺസ്. സോ it is ഒരു ആക്സിസ്, there is an axis and from the axis ഇവിടെ നിന്ന് ഇങ്ങോട്ട് L, ഇവിടെ നിന്ന് ഇങ്ങോട്ടും L. So total length of the solenoid is 2L. Total length of the solenoid is 2L and radius A. ഇനി ഇത്രയാണ് സോളിനോയിഡ് നമുക്ക് പറയാനുള്ളത്. ഇനി when we allow a current to pass through the winding, നമ്മൾ കറണ്ട് കടത്തി വിടുന്നു. So as you know, a magnetic field is developed and we have to find out magnetic field at the point P, distance r from the axis. Distance r from the axis. ഒന്നുകൂടി പറയാം. Consider a solenoid having capital N turns. So small n equal to capital N by 2L. Capital N by 2L. കാരണം ലെങ്ത് 2L ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. Number density N equal to N by 2L. Consider a solenoid having capital N turns, radius A. So when a current I flows through the windings, a magnetic field is developed and we have to find out magnetic field at the point P, distance r from the axis. Okay, so we can find out the value of element. For that we consider a small element. നമ്മൾ അതിനു വേണ്ടി ഒരു ചെറിയൊരു എലമെന്റ് ഇങ്ങനെ മുറിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു എലമെന്റ് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ സർക്കുലർ ഷേപ്പ്. നമ്മൾ ഈ ഭാഗത്തായിട്ട് DX ആക്സിസിന് അടുത്തായിട്ട് ഒരു ചെറിയൊരു എലമെന്റ് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ആ എലമെന്റിന്റെ ഷേപ്പ് സ്വാഭാവികമായിട്ടും സർക്കുലർ ആയിരിക്കും. ഒന്ന് പറയാം. To find the magnetic field at the point P, we consider a small element of thickness dx, distance x from the axis. അപ്പോൾ ആക്സിസിൽ നിന്നും x അകലത്തിലാണ് നമ്മുടെ ഈ ചെറിയ സ്ട്രിപ്പ് ഉള്ളത്. ആൻഡ് r മൈനസ് എക്സ് ഫ്രം പിയിൽ നിന്നും r മൈനസ് എക്സ് അകലത്തിലായിരിക്കും. കാരണം ആക്സിസിൽ നിന്നും പിയിലേക്കുള്ള ദൂരം r ആണ്, ഈ ദൂരം x ആണ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം r മൈനസ് എക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതൊരു ഇതുപോലത്തെ ഒരു സർക്കുലർ സ്ട്രിപ്പാന്ന് ഞാൻ പറഞ്ഞു. സിലിണ്ടറിന്റെ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ, സോളിനോയിഡിന്റെ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ അതൊരു സർക്കുലർ സ്ട്രിപ്പാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ സർക്കിള് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സർക്കുലർ ലൂപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് ഇക്വേഷൻ ഇതായിരുന്നു: B ഈക്വൽ ടു μ0 I a square by 2 into r square plus a square all raised to 3/2 എന്നുള്ള റിലേഷൻ ആയിരുന്നു. അപ്പൊ ഇവിടെ dx ആണ് അതിന്റെ തിക്നെസ്, n ആണ് നമ്പർ ഡെൻസിറ്റി. ദെയർഫോർ ഇതിനകത്തുള്ള ടോട്ടൽ ടേൺസ് n into dx ആയിരിക്കും. സോ ഇവിടെ n into dx വരും. ഇവിടെ r ന് പകരം
ആർ മൈനസ് എക്സ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലം ആർ മൈനസ് എക്സ് ആണ്. ദെയർഫോർ ആർ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ, 2 into ഇതാണ് ഇക്വേഷൻ നമ്പർ ഓൾ റൈസ് ടു 3/2 ഇക്വേഷൻ 1. അപ്പോൾ μ0 I a square into n dx divided by 2 into r minus x whole square plus a square whole raised to 3/2. ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ പി എന്ന് പറഞ്ഞ പോയിന്റ് ഒരുപാട് അകലെയും അതുപോലെ റേഡിയസ് എ വളരെ കുറവും എക്സ് വളരെ കുറവുമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ആറ് ഒരുപാട് കൂടുതലാണ് എ ആൻഡ് എക്സ്, എയിനെയും എക്സിനെയും അപേക്ഷിച്ചിട്ട് ആറിന്റെ വാല്യൂ ഒരുപാട് കൂടുതലാണ് എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ താഴത്തെ ഡിനോമിനേറ്ററിൽ ഈ എക്സ് നമുക്ക് 0 ആയിട്ട് എടുക്കാം, ഈ എയും 0 ആയിട്ട് എടുക്കാം. Therefore we can write b equal to μ0 n I a square into dx divided by 2 into r, ഈ സ്ക്വയറും ഈ 2ഉം വെട്ടിപ്പോയി, ബാക്കി 3 ആണുള്ളത്, r ക്യൂബ് a0 x0 2r ക്യൂബ്. ഇതാണ് നമുക്ക് ഇക്വേഷൻ 2 കിട്ടിയത്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിപ്പോ ഡി എക്സ് മൂലമുള്ളത് കിട്ടി. ഇനി നമുക്ക് മൊത്തം ഇതുപോലത്തെ ഒരുപാട് ഡി എക്സ് ചേർന്നതാണ് ഈ മൊത്തം സോളിനോയിഡ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ടു ഗെറ്റ് ദി ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു ദി എൻറ്റയർ സോളിനോയിഡ് വി ഇന്റഗ്രേറ്റ് ഇക്വേഷൻ 2. So we integrate to dB ആണ്. So B equal to integral minus L to plus L μ0 n I a square divided by 2 into r cube dx. ഇന്റഗ്രേഷൻ dx മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണ്. μ0 n I a square integral dx minus L to plus L divided by 2 into r cube. ഇനി നമുക്കറിയാം ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, ടോട്ടൽ ലെങ്ത് ആണ്. ടോട്ടൽ ലെങ്ത് 2L ആണ്. അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്താലും കിട്ടും. നമുക്ക് ഇന്റഗ്രൽ dx ഈക്വൽ ടു x ആണ്, മൈനസ് L ടു പ്ലസ് L, മൈനസ് L ടു പ്ലസ് L കൊടുത്തു കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് മൈനസ് L ഈക്വൽ ടു L പ്ലസ് L 2L കിട്ടും ഇന്റഗ്രേറ്റ് ചെയ്താലും. Therefore you can write B equal to μ0 n I a square divided by 2 r cube into 2L. ഇത്ര നോക്കിക്കോ. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സർക്കുലർ ലൂപ്പ് ആണ്. അതിൽ വ്യത്യാസം വന്നിട്ടുള്ളത് ഇതിന് n dx ടേൺസ് ഉണ്ടാവും, അത് എഴുതി. പിന്നെ r മൈനസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം പിയിൽ നിന്ന് ഇതിലേക്കുള്ള ദൂരം r മൈനസ് എക്സ് ആണ്, ആ മാറ്റം വന്നു. ബാക്കി r ഒരുപാട് അകലെ, ഈ ദൂരം ഡി എക്സ് നിന്ന് പിയിലേക്കുള്ള ദൂരം ഒരുപാട് കൂടുതലും റേഡിയസ് വളരെ കുറവും എക്സ് നെഗ്ലിജിബിൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ദെൻ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇന്റഗ്രേറ്റ് ചെയ്തു, 2L കിട്ടി. അതാണ് ഇവിടെ എഴുതിയത്. ഇനി നമുക്കറിയാം n into 2L ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ n into 2L എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ N ആണ്. Therefore you can write μ0 ക്യാപിറ്റൽ N I a സ്ക്വയർ എന്ന് എഴുതാം, ഡിവൈഡ് ബൈ 2 r ക്യൂബ് എന്ന് എഴുതാം. ഞാൻ മുകളിലും താഴെയും
പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു, ഈക്വൽ ടു μ0 n I പുറത്തെഴുതാം, ഈക്വൽ ടു ബി ഈക്വൽ ടു μ0 n I പൈ a സ്ക്വയർ ഡിവൈഡ് ബൈ 2π r ക്യൂബ്. പൈ a സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്, ഇതിന്റെ ഏരിയ ആണ് ക്യാപിറ്റൽ A. Therefore we know pi a square equal to capital A μ0 n I capital A divided by 2π r ക്യൂബ്. നമുക്കറിയാം എൻ ഐ എ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മൊമെന്റ് ആണ്. എം ഈക്വൽ ടു എൻ ഐ എ ഈക്വൽ ടു μ0 m by 2π r ക്യൂബ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ മുകളിലും താഴെയും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. Therefore b ഈക്വൽ ടു μ0 2m by 4π r ക്യൂബ്. ഇതാണ് ഇക്വേഷൻ. ഒന്നുകൂടി പറയാം. ഒരു സോളിനോയിഡ്, അതിന്റെ റേഡിയസ് a ആണ്, അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് വൈൻഡിങ്സ് ക്യാപിറ്റൽ N ആണ്, ലെങ്ത് 12 ആണ്. അതിന്റെ വൈൻഡിങ്സിലൂടെ I എന്ന് പറഞ്ഞ കറണ്ട് കടന്നു പോകുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. നമുക്ക് P എന്ന് പറഞ്ഞ ഔട്ട്സൈഡ്, ആ സോളിനോയിഡിന്റെ ഔട്ട്സൈഡിൽ P എന്ന് പറഞ്ഞ ഭാഗത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് കാണേണ്ടത്. അത് ആക്സിസിൽ നിന്നും സ്മോൾ r അകലത്തിലാണ്. അതിനുവേണ്ടി നമ്മൾ ചെറിയൊരു എലമെന്ററി സ്ട്രിപ്പ് കൺസിഡർ ചെയ്യും. അതിന്റെ തിക്നെസ് dx ആണ്. അത് ആക്സിസിൽ നിന്നുള്ള അകലം x ആണ്. അതിന്റെ ഷേപ്പ് സർക്കുലർ ആയതുകൊണ്ട് ഇക്വേഷൻ 1 എഴുതി, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സർക്കുലർ ലൂപ്പിന്റെ ഇക്വേഷൻ എഴുതി. ദെൻ നമ്മൾ ചെയ്ത് ഈ r എന്ന് പറഞ്ഞ അകലം dx ൽ നിന്നും r-ലേക്കുള്ള p-ലേക്കുള്ള അകലം r വളരെ കൂടുതലാണ്, a-യും x-ഉം നെഗ്ലിജിബിൾ ആണ്. അപ്പൊ നമ്മൾ ഇക്വേഷൻ ഒന്ന് ചെറുതാക്കി, ഇവിടുത്തെ താഴത്തെ എക്സും എയും നമ്മൾ ഒഴിവാക്കി, ഈ ഇക്വേഷൻ കിട്ടി. ദെൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് dx-ന് പകരം ഇന്റഗ്രേറ്റ് ചെയ്താലും കിട്ടും, 12 കിട്ടും. മാക്സിമം ലെങ്ത് 12 ആണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 12 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ N, ഇവിടെ നമുക്കറിയാം ക്യാപിറ്റൽ N ഈക്വൽ ടു സ്മോൾ n ഇൻറ്റു 12 അതെഴുതി, ക്യാപിറ്റൽ N എഴുതി. നമുക്ക് പൈ കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. പൈ a സ്ക്വയർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ A ആണ്. എൻ ഐ എ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മൊമെന്റ് m ആണ്. അതെഴുതി മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് ഈ ഫോമിൽ ഇക്വേഷൻ കിട്ടി. μ0 by 4π ആ ടേമിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. μ0 by 4π ഇൻറ്റു 2m by r ക്യൂബ്. എഴുതിക്കോ. കൺസിഡർ ഡയഗ്രം വരയ്ക്കാം. Consider a solenoid of length 2L. Consider a solenoid of length 2L, radius A, having total number of turns capital N, bracket small n equal to n by 2L, close the brackets. When a current I flows through the solenoid, magnetic field is developed, and we have to find out magnetic field at the point P, distance r from the axis, For that we take a small element, small circular strip, a small circular strip of thickness dx, distance x from the axis, and at a distance r minus x from the point P, and at a distance r minus x from the point P.
the elementary magnetic field at P due to dx is given by equation 1 is the mu 0 I a square n dx divided by 2 into r minus x whole square plus a square all raised to 3 by 2. Now consider r is very much greater than a and x. Equation 1 becomes 2 is the dB equal to mu 0 n I a square divided by 2 r cube into dx. Question 2. To get the magnetic field due to entire solenoid, we integrate equation 2 within the limit of integration minus L to plus L, we get integral minus L to plus L mu 0 n I a square divided by 2 r cube into dx. Integral dx മാത്രമായിട്ട് ഇന്റഗ്രേഷൻ എഴുതാം. ഇവിടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്ത റിസൾട്ട് അറിയില്ല എന്നുള്ളത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, സൈഡിൽ എഴുതിയിടാം. ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിട്ടുണ്ട് 12 ഇവിടെ എഴുതാം. We know small n into 2l equal to capital N. Therefore, above equation becomes b equal to mu 0 capital N I a square divided by 2 r cube. Multiply and divide by pi, we get there is a mu 0 n I into pi a square divided by 2 pi r cube. We know pi a square equal to capital A, area. Therefore, there is a b equal to mu 0 n I a divided by 2 pi r cube. We know the magnetic moments m equal to n I a. We know n I a equal to m, the magnetic moments. Therefore, our equation becomes mu 0 m by 2 pi r cube. Multiply and divide by pi, we get there is a equation 3 mu 0 by 4 pi into 2m by r cube.